ഇനി ഐഫോൺ 20യുടെ ന്യൂസിലേക്ക് വരാം. ആപ്പിളിൻ്റെ 20th ആനിവേഴ്സറി ഐഫോണിൽ ഒരു ബെസൽ-ലെസ് ഡിസ്പ്ലേ വരുമെന്നാണ് പറയുന്നത്. അതായത് ഫ്ലാറ്റ് ഡിസ്പ്ലേ പ്ലസ് ക്വാഡ് കേർവ്ഡ് ഗ്ലാസ് ആണ് ഇവർ വരുന്നത്. ഈ ഒരു ക്വാഡ് കേർവ്ഡ് ഗ്ലാസ് കാരണം ഇതിനെ വിളിക്കുന്നത് ക്വാഡ് കേർവ്ഡ് ഗ്ലാസ് എന്നായിരിക്കില്ല കേട്ടോ. ആൻഡ് ഇപ്പോൾ മാർക്കറ്റിലുള്ള പോലത്തെ ഒരു ക്വാഡ് കേർവ്ഡ് ഗ്ലാസ്സും ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് OLED ആണെങ്കിലും ഇതിൻ്റെ ബെസൽസ് തീരെ ഇല്ലാത്തതുപോലെയുള്ള ഒരു ഇല്യൂഷൻസ് ഈ ഒരു ഫോൺ തരുമായിരിക്കും. അപ്പോൾ ഇതൊരു 20th ആനിവേഴ്സറി ഐഫോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇക്കൊല്ലം 18th ആണ് വരുന്നത്. 18, 19, 20 ഇന്നവും ഏകദേശം 2.5 കൊല്ലത്തോളം ഉണ്ട് ഈ ഒരു ഐഫോൺ വരാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു റൂമർ എന്താണെന്ന് വെച്ചാൽ സയോമിയും ഒപ്പവും അവരുടെ നെക്സ്റ്റ് ഇയർ ഫ്ലാഗ്ഷിപ്പിൽ, അതായത് ഇക്കൊല്ലം ഇറങ്ങാൻ പോകുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസിൽ അവർ 0.7 mm ബെസൽസ് ആണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജീൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 20th ആനിവേഴ്സറി ഐഫോൺ വരുമ്പോഴത്തേക്കും അതൊരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ളൊരു ഫീച്ചറൊന്നും ആയിരിക്കില്ല. ബാക്കിയുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിലും ലെസ് ദാൻ 1 mm ബെസൽ തന്നെ ആയിരിക്കാം. ഇപ്പോൾ ഇത് വലുതായിട്ട് കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും ആ നേരെ ആകുമ്പോൾ മേ ബി ചിലപ്പോൾ ഇതൊരു നോർമൽ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ ആപ്പിൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ആപ്പിൾ ഫാൻസ് എല്ലാവരും ഇത് ആപ്പിൾ ആദ്യമായിട്ട് ചെയ്തതുപോലെയുള്ള കുറച്ച് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ തരുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത് സാംസങ് ആണ്. അപ്പോൾ ഈ ഒരു സാംസങ്ങിൻ്റെ ഡിസ്പ്ലേയിൽ അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് OLED ആയിരിക്കും. ആൻഡ് ഇതൊരു സീറോ ബെസലുള്ള പോലെയുള്ള ഒരു ഇല്യൂഷനാണ് ഈ ഒരു ഡിസ്പ്ലേ കൊടുക്കുക. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ആപ്പിൾ അങ്ങനെ ഒരു ഡിസ്പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത കൊല്ലം തൊട്ട് എല്ലാ ആൻഡ്രോയിഡ് മാനുഫാക്ചറും ഇങ്ങനെ ഒരു ബെസൽലെസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയിലേക്ക് മാറുമായിരിക്കും.